കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കി ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര. ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. കഴകം പരിധിയിലെ 34 ഊരുകളിൽ നിന്നുള്ള 200-ന് മുകളിൽ പേരാണ് തിരുവാതിരയിൽ പങ്കെടുത്തത്. കാരിയിൽ തട്ടാത്ത മധുമാസ്റ്ററാണ് മെഗാ തിരുവാതിരയ്ക്കായി ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും പരമ്പരാഗത വേഷത്തിലെത്തിയ മലയാളി മംഗമാർ തിരുവാതിരപ്പാട്ടിനൊപ്പം ഒരേ താളത്തിൽ ചുവടുകൾ വെച്ചപ്പോൾ കാണികൾക്കത് ദൃശ്യവിരുന്നായി. കൗമാരക്കാർ മുതൽ വിവിധ പ്രായത്തിലുള്ളവർ വരെ തിരുവാതിരയിൽ നിറഞ്ഞാടി. വലിയ മുന്നൊരുക്കങ്ങളും ചിട്ടയായ പരിശീലനവും കൊണ്ട് പൂർത്തിയാക്കിയ മെഗാ തിരുവാതിര വിരുന്ന് ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയായി മാറി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഇന്ദുലേഖ ചേരുന്നുണ്ട് തത്സമയം. ഇന്ദുലേഖ, മനോഹരമായ ഒരു കാഴ്ച. ഞാൻ ഇത്രയും ഈ ഒരു മെഗാ തിരുവാതിരയൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതിന്റെ പ്രാക്ടീസ് സമയത്തൊക്കെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു നാട്ടിലെ അമ്മമാരൊക്കെ ആയിരിക്കും അതിൽ ഏറ്റവും വലിയ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ അവരൊക്കെ ഇതിൽ ഒത്തുചേർന്ന് അവരിത് ഒരു വലിയൊരു സൗഹൃദ കൂട്ടായ്മയായി തന്നെ ഇത് പിന്നീട് അങ്ങ് മാറും. അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, മറ്റ് സന്തോഷങ്ങളിലൊക്കെ ഈ ഒരു സുഹൃത്തുക്കളെ വിളിക്കും. അതങ്ങനെ വലിയൊരു മനോഹരമായ ഒരു തിരുവാതിരയ്ക്ക് അപ്പുറത്തേക്ക് അവരുടെ ഒരു കൂട്ടായ്മയുടെ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. അപ്പോൾ ഈ ഒരു മെഗാ തിരുവാതിരയുടെ വിശേഷങ്ങൾ പറയും. അതെ ഹിമ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണല്ലേ അത് കാണാനായിട്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരിമാരും ഒക്കെ അണിനിരുന്ന ഒരു തിരുവാതിരയായിരുന്നു അത്. ഇത് ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ മെഗാ തിരുവാതിര അരങ്ങേറിയത്. അവിടുത്തെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു തിരുവാതിരകളി അവിടെ നടന്നത്. നമുക്കറിയാം, നമ്മൾ പലതരത്തിൽ പലയിടങ്ങളിലായിട്ട് മെഗാ തിരുവാതിരയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് ആ നാട്ടിലെ അവിടുത്തെ അമ്മമാരും അവിടുത്തെ നമ്മുടെ സഹോദരിമാരും ഒക്കെ പ്രായഭേദമന്യേ പല കൗമാരക്കാർ തൊട്ട് നല്ല പ്രായമുള്ളവർ വരെ ഈ തിരുവാതിരകളിയിൽ പങ്കെടുത്തു. മാത്രമല്ല നമുക്കറിയാം, ഈ കഴകത്തിൻ്റെയൊക്കെ കീഴിൽ ഒരുപാട് ഊരുകൾ വരും. അങ്ങനെ 34 ഊരുകളിൽ നിന്നുള്ള 200-ലധികം സ്ത്രീജനങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അല്ലെങ്കിൽ കാഴ്ചയ്ക്കും കേൾവിക്കുമൊക്കെ അത്ര സുഖകരമായിട്ടുള്ള അത്ര മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അവിടെ അരങ്ങേറിയത് തന്നെ നമുക്ക് പറയാം. പല വർണ്ണത്തിലുള്ള ബ്ലൗസുകളൊക്കെ അണിഞ്ഞ് സ്വർണ്ണ നിറത്തിലുള്ള കസവിൻ്റെ സെറ്റും മുണ്ടും ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി ദശപുഷ്പമൊക്കെ വെച്ച് അമ്മമാരും സ്ത്രീജനങ്ങളും ഒക്കെ ഇങ്ങനെ നിരന്ന് നിന്ന് കാണുമ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയ്ക്ക് അത്രയ്ക്കും ഭംഗി നൽകുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല ക്ഷേത്രത്തിന്റെ ആചാരത്തിന്റെ ഉത്സവത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അരങ്ങേറിയിരിക്കുന്നത്. ആചാരത്തിന്റെയും ഉത്സവത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ഗംഭീര തിരുവാതിര, മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയായി. ഇന്ദുലേഖയാണ് മെഗാ തിരുവാതിരയുടെ കാഴ്ചയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവച്ചത്.